എല്ലാവർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അതിൽ 90% ആളുകളും ആൻഡ്രോയിഡ് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് സുപരിചിതമായ ഒരു വാക്കാണ് റൂട്ടിംഗ് എന്നത്. എന്നാൽ റൂട്ടിംഗ് എന്നാൽ എന്താണെന്ന് ഇനിയും അറിയാത്ത ധാരാളം പേർ നമുക്കിടയിലുണ്ട്. ചില ആളുകൾക്കെല്ലാം റൂട്ടിംഗ് എന്താണെന്ന് അറിയാം, പക്ഷെ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അവർക്ക് അറിയില്ല. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും റൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ തന്നെ റൂട്ടിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ പല ഫീച്ചറുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മുടെ ഫോണിന്റെ നിർമ്മാതാക്കൾ നമുക്ക് അനുവദിച്ചിട്ടുള്ള ചില ഫീച്ചറുകൾ മാത്രമാണ് നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കുക. നമ്മൾ പുതിയ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുമ്പോൾ ഫോണിൽ നമുക്ക് ആവശ്യമില്ലാത്ത ചില ആപ്ലിക്കേഷനുകൾ പ്രീ ഇൻസ്റ്റാൾ ആയി ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ വാങ്ങിക്കുന്നത് സാംസങ്ങിന്റെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിൽ സാംസങ് ആപ്സ് അല്ലെങ്കിൽ സാംസങ് ലിങ്ക് തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ കാണാവുന്നതാണ്. എന്നാൽ ഈ ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാൽ നമുക്കതിനും സാധിക്കാറില്ല. ഇങ്ങനെയുള്ള അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്ത ആപ്ലിക്കേഷനുകൾ പൂർണ്ണമായും റിമൂവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക അധികാരം നമുക്ക് ആവശ്യമാണ്. വിൻഡോസിലും മറ്റും നമ്മൾ കണ്ടുവരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് പോലെ ആൻഡ്രോയിഡിൽ ഈ അധികാരം നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ പൊതുവെ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഫോണിന്റെ നിർമ്മാതാക്കൾ ഇട്ടിരിക്കുന്ന പൂട്ട് തുറക്കുന്ന പ്രക്രിയയാണ് അടിസ്ഥാനപരമായി റൂട്ടിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോൺ റൂട്ട് ചെയ്യുന്നതിലൂടെ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സിസ്റ്റം ഫയലുകൾ ഉപഭോക്താവിന് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും എന്നതാണ് റൂട്ട് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇപ്പോൾ നമ്മൾ റൂട്ടിംഗ് എന്നത് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് നമ്മുടെ ഫോൺ എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എന്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിംബൽ ഓൺ ചെയ്യുക. ഫോൺ റൂട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറുകളിലാണ്, പക്ഷെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിലും മറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ഫോൺ റൂട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് ഞാൻ പറയുക. കാരണം ഫോണിൽ ചെയ്യുമ്പോൾ 99% വരെ സക്സസ് ആവും. ചില സമയങ്ങളിൽ അത് പ്രശ്നങ്ങളുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെ റൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് റൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയച്ചു തരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോൺ റൂട്ട് ചെയ്യാവുന്നതാണ്. ഏതൊരു കാര്യത്തിനും ഗുണവും ദോഷവും ഉള്ളതുപോലെ തന്നെ റൂട്ട് ചെയ്യുന്നത് കൊണ്ടുകൊണ്ട് ഗുണവും ദോഷങ്ങളും. അതിന്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. റൂട്ട് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ. പോയിന്റ് നമ്പർ 1, നിങ്ങളുടെ ഫോണിന്റെ നിർമ്മാതാക്കൾ OS അപ്ഗ്രേഡ് നൽകിയിട്ടില്ലെങ്കിൽ കസ്റ്റം റാം ഉപയോഗിച്ച് നമുക്ക് പുതിയ വെർഷനിലേക്ക് മാറാൻ സാധിക്കുന്നതാണ്. പോയിന്റ് നമ്പർ 2, അനാവശ്യമായി നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ ഫലമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കൂടുതൽ മെമ്മറി സ്പേസ് ലഭിക്കുന്നതായിരിക്കും. പോയിന്റ് നമ്പർ 3, റൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിലുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ആഡ് ബ്ലോക്ക് പോലെയുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ ആപ്പിലോ വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. പോയിന്റ് നമ്പർ 4, റൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ റാമും മെമ്മറിയും വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. മെമ്മറി വർദ്ധിപ്പിക്കുവാൻ നാം സാധാരണയായി Link2SD എന്ന സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കാറ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റാം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സീപ്പർ എന്ന സോഫ്റ്റ്വെയറും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റാം വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ വേഗത തന്നെ കൂടുന്നതായിരിക്കും. പോയിന്റ് നമ്പർ 5, റൂട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോൺ മുഴുവനായും ബാക്കപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കപ്പ് എന്നതുകൊണ്ട് സാധാരണ രീതിയിലുള്ള ബാക്കപ്പ് അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ ഫോണിൽ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് മുഴുവനായും ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പൊതുവെ ഇങ്ങനെ ബാക്കപ്പ് ചെയ്യാൻ ടൈറ്റാനിയം ബാക്കപ്പ് അല്ലെങ്കിൽ ഗോ ബാക്കപ്പ് പ്രോ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പോയിന്റ് നമ്പർ 6, നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യുന്നതിലൂടെ
ബാറ്ററി ബാക്കപ്പ് കൂടുതലായി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പൊതുവെ 3000 mAh അല്ലെങ്കിൽ 4000 mAh ഫോണുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി സമയം നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ബാറ്ററിയുടെ ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഗ്രീനിഫൈ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്. റൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതുപോലുള്ള ധാരാളം ഫീച്ചറുകൾ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗപ്പെടുത്താനാവും. നമുക്ക് റൂട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ കൂടി പരിശോധിക്കാം. റൂട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ. പോയിന്റ് നമ്പർ 1, റൂട്ട് ചെയ്യുന്ന ഫോണിന്റെ വാറണ്ടി പൂർണ്ണമായും നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വാറണ്ടി പീരീഡിൽ നിങ്ങളുടെ ഫോൺ സർവീസ് ചെയ്യാൻ നിങ്ങളുടെ ഫോണിന്റെ നിർമ്മാതാക്കൾ തയ്യാറാവുന്നതല്ല. പോയിന്റ് നമ്പർ 2, റൂട്ട് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ബാറ്ററി തീർന്നു പോകുകയോ ചെയ്താൽ ഫോൺ ഉപയോഗശൂന്യമാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ ബ്രിക്കിംഗ് എന്നാണ് പറയുക. ഇങ്ങനെ ഫോൺ ബ്രിക്കിംഗ് ആവാതിരിക്കാൻ പരമാവധി കമ്പ്യൂട്ടറിൽ തന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റൂട്ട് ചെയ്യുക. അതുപോലെ റൂട്ട് ചെയ്യുമ്പോൾ ബാറ്ററി ഫുൾ ആണോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പോയിന്റ് നമ്പർ 3, റൂട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷ നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ റൂട്ടഡ് ഫോണിൽ ഏതെങ്കിലും തരത്തിൽ മാൽവെയറുകൾ കടന്നുകൂടുകയാണെങ്കിൽ ഈ മാൽവെയറുകൾക്ക് സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ പല കാര്യങ്ങൾ റൂട്ട് ചെയ്ത ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണ ടെക്നിക് പരമായി അറിയുന്നവർക്ക് റൂട്ട് ചെയ്യുന്നതിലൂടെ വളരെയധികം സാധ്യതകളാണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം റൂട്ട് ചെയ്യുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ അടുത്തതായി റൂട്ട് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയി ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും റൂട്ടിംഗ് എന്താണെന്നും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലായെങ്കിൽ യെസ് എന്നും മനസ്സിലായില്ലെങ്കിൽ നോ എന്നും ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മടിക്കാതെ അൺലൈക്കും നൽകാവുന്നതാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഫോണുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാനുള്ള ടെക്നിക്സുകളും അൺബോക്സ് റിവ്യൂസും എല്ലാം തുടർന്നും ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.